ഹായ് 15,000 താഴെ ഏറ്റവും മികച്ച ഒരു ഫോൺ ഏതാണ്? അതായത് 15,000 താഴെ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഒരു ആൻസറാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. 15,000 താഴെ വരുന്ന ഏറ്റവും നല്ല ഫോണുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് 15,000 താഴെ വരുന്ന ഏറ്റവും മികച്ച ഫോൺ ഏതാണെന്ന് യൂഷ്വലായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഞാൻ എടുത്ത് പറയുന്ന ഒരു പേര് മോട്ടോ G62 5G. ഈ ഒരു ഫോണാണ്. 6GB റാം 120GB സ്റ്റോറേജിന് 15,000 രൂപയാണ് അതിൻ്റെ വില. ഓഫറിൽ കുറവിലും കിട്ടിയേക്കാം. ഈ ഒരു ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ഈ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച പ്രൊസസ്സറുണ്ട്. 12 5G ബാൻഡുകളുണ്ട്. സോ 5Gയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. 5000 mAh ബാറ്ററിയും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. 6.55 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഉണ്ട്. ആമോലെഡ് ഡിസ്പ്ലേ ഇല്ല, ബട്ട് 120 ഹെർട്സിന്റെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അടിപൊളി ഡിസ്പ്ലേ ആണ്. 50 മെഗാ പിക്സലിന്റെ നല്ല ക്വാളിറ്റി ക്യാമറയും 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും ഉൾപ്പെടുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. ക്യാമറ ഓവറോൾ ഗുഡ് ക്വാളിറ്റിയാണ്. പ്ലസ് ഇത് ക്ലീൻ UI ആണ്. ആൻഡ്രോയിഡിന്റെ ക്ലീൻ UI ആണ്. ബ്ലോട്ട് വയേഴ്സ് ഇല്ല, പരസ്യങ്ങളില്ല, റെക്കമെൻഡേഷനുകളില്ല. ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കാം. ഈ ഒരു ഫോണാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് പൊതുവേ ഈ ഒരു ടൈമിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് വരുന്നത്. അതിന്റെ കാരണം ഈ സ്പെക്ക് തന്നെയാണ്. ഏറ്റവും മികച്ച പെർഫോമൻസ് ഉണ്ട്. 5G എല്ലായിടത്തും 5G വന്നു തുടങ്ങി. സോ ഇനി അങ്ങോട്ട് ഒരു 5G ഫോൺ എടുക്കണം. നോർമൽ 4G ഫോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് അതാണ്. 6GB റാം 120GB സ്റ്റോറേജ് എന്ന് പറയുന്ന ഡീസൻ്റ് ആയ ഒരു സെറ്റപ്പിന് 15,000 രൂപ വരുന്നുള്ളൂ. നിങ്ങൾ വേറെ ഏത് ഫോൺ എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞതിനേക്കാൾ ബെറ്റർ ആയ ഒരു സ്പെക്കിൽ ഈ പ്രൈസിൽ കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ റാം സ്റ്റോറേജ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഒരു കാരണവശാലും കിട്ടില്ല. സോ ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയുന്നത് മോട്ടോ G62 5G എന്ന ഫോണാണ്. എന്നാൽ നിങ്ങൾക്ക് മോട്ടോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും മികച്ച പെർഫോമൻസിൽ വരുന്ന ഇതുപോലത്തെ മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് iQ C6 Lite ആണ്. ഈ ഫോണിൽ നമുക്ക് 6GB 128GB സ്റ്റോറേജിന് 15,499, അതായത് 15,500 ആണ് വില വരുന്നത്. ഇതിന് 4GB വേരിയന്റ് ഉണ്ട്. നിങ്ങൾ 4GB എടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇനി അങ്ങോട്ടുള്ള ടൈമിൽ 6GB എങ്കിലും എടുക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. സോ നമ്മൾ 6GBയുടെ പ്രൈസ് നോക്കുന്നു, 15,500. ഈ പ്രൈസിന് സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന് പറയുന്ന പ്രൊസസ്സർ ഉണ്ട്. വേൾഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഫോണാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോ ഉണ്ട്, കണ്ടു നോക്കാം. ആ പ്രൊസസ്സർ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 695ന്റെ അതേ റേഞ്ചാണ്. സോ നല്ല പെർഫോമൻസ് പ്ലസ് 5000 mAh ബാറ്ററി, 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ. ഇതിലാകെ ഒരു പ്രശ്നം വരുന്നത് 2 5G ബാൻഡേ ഉള്ളൂ. നമുക്ക് നല്ല 5G ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു 10-12 5G ബാൻഡ്, അല്ലെങ്കിൽ 6-7 5G ബാൻഡെങ്കിലും വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടോയാണ് നല്ലത്. ഇതിൽ 2 5G ബാൻഡേ ഉള്ളൂ, ബട്ട് ഏറ്റവും മികച്ച പെർഫോമൻസ്, നല്ല യൂസർ എക്സ്പീരിയൻസിനകത്ത് കിട്ടും. നല്ല ക്യാമറയുണ്ട്, നല്ല ബാറ്ററി, ലൈഫിലൊന്നും കുഴപ്പമില്ല. ഡീസൻറ്റ് ഫോണാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കുക. 2 5G ബാൻഡേ ഉള്ളുവെങ്കിലും അത് നമുക്ക് എയർടെല്ലിലും ജിയോയിലൊക്കെ ഉള്ള N77 N78 തന്നെയാണ്. ചില ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിൽ പോലും ഇതും 5G ഫോണായിട്ട് തന്നെ പരിഗണിക്കാം. ബട്ട് എങ്കിലും ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് ഗ്രേറ്റ് ആണ്. ക്യാമറ, ബാറ്ററി, പെർഫോമൻസ് എല്ലാം ടോപ്പ് ലെവലാണ്. സോ മോട്ടോ താല്പര്യമില്ലെങ്കിൽ ഇതിലേക്ക് വരാം. ഇനി ഇതും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രം മറ്റ് 2 മോഡലുകളുണ്ട്. ഇത്രയും പെർഫോമൻസ് ഇല്ല, ബട്ട് കൊള്ളാവുന്ന ഫോണുകൾ. ഒന്ന് പോക്കോ M4 Pro 5G 6GB 128GBക്ക് 14,999 കുറഞ്ഞ മോഡലുണ്ട്, ബട്ട് 6GB 128 മിനിമം വേണ്ടതുകൊണ്ട് ഞാൻ ഈ പ്രൈസ് പറയുന്നു. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 810 എന്ന് പറയുന്ന പ്രൊസസർ, ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ, 6.6 ഇഞ്ചിന്റെയാണ് വരുന്നത്. 90 ഹെർട്സ് ഉണ്ട്. ആൻഡ്രോയിഡ് 11 50 MP ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, ഇഷ്ടംപോലെ 5G ബാൻഡുകളും. സോ പോക്കോ M4 Pro അടിപൊളി ഫോൺ തന്നെയാണ്. 5G ആണ്. M4 Pro 5G അങ്ങനെ സെർച്ച് ചെയ്യണം. M4 Pro വേറെയുണ്ട്, അതുകൊണ്ട് M4 Pro 5G എന്ന് തന്നെ സെർച്ച് ചെയ്യണം. അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ഫോണുകളെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇത് ഒരു അടിപൊളി ഓപ്ഷനാണ്. എൻ്റെ കയ്യിൽ ഇത്രയും നാളുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. പോക്കോ ഫോണുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാൻ ചിലരൊക്കെ എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യല്ലേ എന്ന്. എനിക്കറിയാം അതിൻ്റെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി ഇത് താല്പര്യമില്ലെങ്കിൽ മറ്റൊരെണ്ണം ഇതേപോലെ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 810 വെച്ചുകൊണ്ട് വരുന്നതാണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് 20 5G. 12 5G ബാൻഡുകളുണ്ട്. ഈ പറഞ്ഞ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 810 എന്ന് പറയുന്ന പ്രൊസസ്സറുണ്ട്. 5000 mAh ബാറ്ററി, ആൻഡ്രോയിഡ് 12 50 MP ക്യാമറ, 8 MP ഫ്രണ്ട് ക്യാമറ, വലിയ കുഴപ്പമില്ല. ഈ ഒരു ഫോണും വന്നിട്ട് അത്യാവശ്യം നല്ലൊരു 5G ഫോൺ എന്ന് പറയാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ ഏറ്റവും ഫസ്റ്റ് റെക്കമെൻഡേഷൻ. നല്ലൊരു ഫോൺ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിലാണ് പറയാറ്. ഈ 3-4 ഫോണുകളാണ് ആദ്യം പറയാറ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി വേറെ ഏതൊക്കെയാണ്? ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ഒന്ന് മോട്ടോ G72. ഇത് 5G ഫോണല്ല, 4G ഫോണാണ്. നിങ്ങൾക്ക് ഈ ആമോലെഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ വേണം. നിങ്ങൾക്ക് 5G ഇപ്പോൾ വലിയ അത്യാവശ്യമില്ല, നിങ്ങളുടെ വീടിനോട് 5G വരാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ 10 ബിറ്റ് കളർ ഡിസ്പ്ലേ ആണ്.
OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിലുള്ളത് മോട്ടോ G72. പ്രോസസ്സറും വലിയ കുഴപ്പമില്ല, G99 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 120 ഹെർട്സിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 108 MP ക്യാമറ വരുന്നുണ്ട്, 5000 mAh ബാറ്ററിയും 33 വാട്ട് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ കിഡിലൻ സംഗതിയാണ്. നിങ്ങൾക്ക് 5G മാറ്റി നിർത്താമെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൺ ചൂസ് ചെയ്യാം. ഇനി ഇത് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല സ്പെക്കിൽ വരുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പോക്കോ തന്നെയാണ്. പോക്കോ M4 Pro. നേരത്തെ നമ്മൾ പറഞ്ഞത് M4 Pro 5G ആണ്, 5Gയുടെ കാറ്റഗറിയിൽ. ഇത് 4Gയിലേക്ക് വന്നാൽ M4 Pro ആണ്. 6128-ന് 13,000 രൂപയെ വില വരുന്നുള്ളൂ. G96 എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പ്രോസസർ, 64 MP മെയിൻ ക്യാമറയും 8 MP വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 16 MP ഫ്രണ്ട് ക്യാമറയുണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്, 6.43 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. സോ പോക്കോ M4 Pro നിങ്ങൾക്ക് 5G വലിയ നിർബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല സ്പെക്കിലുള്ള നല്ല ക്യാമറയൊക്കെ ഉള്ള ഒരു നല്ല ഫോൺ എടുക്കാം. ഇതും ഞാൻ ഈ അടുത്ത കാലം വരെ ഇവിടെ കൊണ്ടു നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഫോണാണ്. ഡീസന്റ് സെറ്റപ്പാണ്, പക്ഷേ പോക്കോയാണ്. ഓക്കെ ആണെങ്കിൽ എടുക്കുക. ഇനി ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും AMOLED ഡിസ്പ്ലേയും ഒക്കെ ഉള്ള ഒരു ഫോണുകളാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് റിയൽമിയുടെ ഫോണാണുള്ളത്. റിയൽമി 9 4G ഫോണാണ്. അതിൽ സ്നാപ്ഡ്രാഗൺ 680 ഫുൾ HD പ്ലസ് 90 ഹെർട്സ് AMOLED ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, 108 MP ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ട് ചാർജിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 6128-ന് 13,990, അതായത് 14,000 രൂപയെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേയും ഈ AMOLED ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് നോക്കാം. ബഡ്ജറ്റ് 14 ആണെങ്കിലും ഓക്കെയാണ്. 5G ഉണ്ടാവില്ല, മറക്കണ്ട. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് 12 രൂപ അല്ലെങ്കിൽ അതിൽ താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് 5G ഫോൺ എടുക്കാൻ നിൽക്കണ്ട. സ്പെക്ക് വളരെ ബോറായിരിക്കും. അതുകൊണ്ട് അവിടെയൊക്കെയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ 4G ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. കാശ് കൂടുതൽ എടുക്കാൻ വഴിയുണ്ടെങ്കിൽ കൂടുതൽ എടുത്തിട്ട് 5G ഫോൺ എടുക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ 4G ഫോണാണ് തമ്മിൽ ഭേദമെങ്കിലും ഉള്ളത്. 5G ഫോൺ നല്ലതേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ 12, 11 വന്നു കഴിഞ്ഞാൽ 4G ഫോൺ നോക്കാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മോട്ടോയുടെ G52 ഫുൾ HD പ്ലസ് 90 ഹെർട്സ് OLED ഡിസ്പ്ലേ ഉള്ള 4G ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സറും, 50 MP ട്രിപ്പിൾ ക്യാമറ, 5000 mAh ബാറ്ററി, 30 വാട്ടിന്റെ ചാർജിങ്, 464-ന് 11,500 വില വരുന്നുള്ളൂ. സോ ആ ഒരു സ്പെക്കിന് ആ ഫോൺ എന്ന് പറയുന്നത് വർത്താണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 11,500-ന് മോട്ടോ G52 എന്ന ഫോൺ പരിഗണിക്കാം. ഇനി ബഡ്ജറ്റ് സ്വല്പം ഒരു 500 രൂപ കൂടുതലുണ്ടെങ്കിൽ 12 രൂപയ്ക്കാണെങ്കിൽ റെഡ്മി നോട്ട് 11 അത്യാവശ്യം നല്ലൊരു ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 680 ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, അങ്ങനെ പോകുന്നു അതിന്റെ സ്പെക്ക്. AMOLED ഡിസ്പ്ലേ ഒക്കെ നമുക്ക് 12,000 രൂപയ്ക്ക് തന്നെ കിട്ടും റെഡ്മി നോട്ട് 11. സോ ഇത്രയുമാണ് നമ്മുടെ അണ്ടർ 15,000-ന്റെ ബെസ്റ്റ് ഫോണുകൾ പറയുന്ന ഒരു വീഡിയോ. പക്ഷേ സാംസങ്ങിന്റെ ഫോണുകളുടെ കാര്യം നമ്മളിതിൽ പറഞ്ഞില്ല. M30 13,000 രൂപ താഴെയാണെങ്കിൽ M30 നല്ലൊരു 5G ഫോണാണ്. F23 അത്യാവശ്യം 15,000 റേഞ്ചിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എടുക്കാവുന്ന മറ്റൊരു സാംസങ് ഫോണാണ്. പിന്നെ 16,500 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് A14 5G എന്ന് പറയുന്ന സാംസങ്ങിന്റെ പുതിയ ഫോൺ കിട്ടും. അതിൽ തന്നെ നിങ്ങൾക്ക് SBI കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 1,500 ക്യാഷ് ബാക്ക് കൂടി കിട്ടും. സോ 15 രൂപയ്ക്ക് തന്നെ A14 5G ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള സാംസങ് ഫോണാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ലിങ്ക് ഞാൻ ഐക്കണിൽ കൊടുക്കാം, കണ്ടു നോക്കാൻ മറക്കണ്ട. സോ ഇത്രയുമാണ് ബെസ്റ്റ് ഫോൺസ് അണ്ടർ 15,000-ന്റെ വീഡിയോ. എന്തായാലും ഈ പറഞ്ഞ എല്ലാ ഫോണുകളുടെയും ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടു നോക്കി നിങ്ങൾക്ക് പറ്റിയതാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കുക. എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരിക മാത്രമാണ് ചെയ്തത്. അതാണ് നിങ്ങൾക്ക് ചേർന്നിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളാണ് ഫുൾ റിവ്യൂ കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കേണ്ടത്. എന്തായാലും നമ്മുടെ ലിസ്റ്റിംഗ് എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.